സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണുപ്രദീപ് IPS. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ജ്വാല 3.0 എന്ന പേരിൽ കട്ടപ്പനയിൽ നടത്തിയ സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പോലീസ് പ്രതിജ്ഞാബദ്ധരാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. പഴയ കാലത്തെ അപേക്ഷിച്ച് അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങിയതും നിയമസഹായങ്ങൾ നേടുന്നതും പുതിയ കാലത്തിന്റെ മാറ്റത്തിന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ സ്ത്രീകൾ കൂടുതൽ കരുത്തരാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞതായും ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ സ്ത്രീകളെ കൂടുതൽ കരുത്തരാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. സ്ത്രീകൾക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പോലീസ് പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസ്ഥലങ്ങളിൽ രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട അവസ്ഥ വന്നാലും പൊതുഗതാഗത സംവിധാനങ്ങളിൽ രാത്രി ഒറ്റയ്ക്കേണ്ട ആവശ്യം വന്നാലും ഒരിക്കലും നമ്മൾ ഭയത്തോടെ ഈ ചൂഷകരെ നമ്മൾ കാണാൻ പാടില്ല. നമ്മൾ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ അവരെ നേരിടാൻ നമുക്ക് ആർജവം ഉണ്ടാവണം ഉള്ളിൽ. നിയമപരമായിട്ട് ഒരുപാട് പ്രൊട്ടക്ഷൻസ് നിയമങ്ങൾ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി അനുശാസിക്കുന്നുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നും സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വളരെയേറെ പ്രാധാന്യമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ലോഫുൾ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ, ലീഗലായിട്ടുള്ള ആക്ഷൻസ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ജ്വാല 3.0 എന്ന പേരിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വയം പ്രതിരോധ പരിശീലനം നൽകുന്നത്. പോലീസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിപാടി 2 ദിവസങ്ങളായി സംഘടിപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ പോലീസ് ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലും തൊഴിൽ ഇടങ്ങളിലും സ്ത്രീകൾ സഞ്ചരിക്കുന്ന വേളയിൽ അതിക്രമം നേരിട്ടാൽ സ്വയം എങ്ങനെ പ്രതിരോധിക്കാമെന്ന പരിശീലനമാണ് നൽകുന്നത്. വിദഗ്ധ പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് പരിശീലനം നൽകുക. പിടിച്ച ശേഷം അയാളെ ശരീരത്തോട് നമ്മൾ അടിപ്പിച്ച് ചിലപ്പോൾ കടിക്കാനായിട്ടായിരിക്കും, അവർ നമ്മളെ കിസ് ചെയ്യാനായിട്ടായിരിക്കും, നമ്മുടെ ശരീരഭാഗങ്ങൾ അയാൾ ടച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്താ അയാൾ ചെയ്യുന്നത്? എന്താ? നമ്മുടെ കയ്യിൽ കയറി അയാൾ പിടിച്ചു. ഇങ്ങനെ ഒരു കയ്യിൽ ഒരു കൈ കൊണ്ട് ഒരാൾ നമ്മളെ പിടിച്ചാൽ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ഡെമോൺസ്ട്രേഷനാണ് അവർ ചെയ്യുന്നത്. ഈ ഡെമോൺസ്ട്രേഷൻ്റെ പേരാണ് ക്യാച്ച് ആൻഡ് റിലീസ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക, എന്താണ് ക്യാച്ച് ആൻഡ് റിലീസ് നോക്കിക്കൊള്ളുക. കണ്ടു. ഇനി ഈ ഒരാൾ തന്നെ നമ്മുടെ ഒരു കൈയിൽ പിടിച്ച് പേര് നിസ്സാരം അവിടെ രക്ഷപ്പെട്ടു. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ വിവരിച്ച് മറന്നു തരാൻ ചെയ്യിക്കാം. പെട്ടെന്ന് സഡനായിട്ട് രക്ഷപ്പെട്ടു. പക്ഷേ ഇയാൾ അടുത്ത നിമിഷം തന്നെ ഒരു കൈയിൽ 2 കൈ കയറി പിടിച്ചു. നോക്കൂ, സഡനായിട്ട് വിടുവിച്ചു. തുടർച്ചയായി 3-ാം വർഷമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇടുക്കി അഡീഷണൽ SP ഗിരീഷ് P. ഭാരതി അധ്യക്ഷനായിരുന്നു. കട്ടപ്പന DYSP VA നിഷാദ് മോഹൻ, കട്ടപ്പന SHO TC മുരുകൻ, ഇടുക്കി വനിതാ പോലീസ് സ്റ്റേഷൻ SI ആതിര പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു.